നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ഇല്ലാതെ ഇറക്കി. നെയ്മർക്കും ഗാബിഗോളിനും ഒക്കെ വിശ്രമം കൊടുത്തു. എന്നിട്ടും പോയിന്റ് പട്ടികയിൽ 5ാമത് നിൽക്കുന്ന ബാഹിയയെ സമനിലയിൽ തളച്ചിരിക്കുകയാണ് സാന്റോസ്. 2-2 സമനിലയാണ്. സാന്റോസ് ലീഡ് എടുത്തിരുന്നതാണ്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 2 ഗോൾ ലീഡുണ്ടായിരുന്നു. എന്നിട്ട് പക്ഷേ കളിയുടെ അവസാന ഘട്ടത്തിൽ ഗോളുകൾ തിരികെ വാങ്ങി സമനിലയാവുകയായിരുന്നു. ഏതായാലും നെയ്മർ ഇല്ലാതെ മോശമല്ലാത്ത പ്രകടനം തന്നെ ക്ലബ്ബ് കാഴ്ചവെച്ചിട്ടുണ്ട്. സാന്റോസിൻ്റെ മുന്നേറ്റ നിരയിൽ ടച്ചിയാനയും ബൊൻഡംബോയും റോണിയും റോൾ ഹൈസറും ഒക്കെ ഒരുമിച്ചിറങ്ങി. മറുഭാഗത്തോ ഉറുഗ്വായ് താരം ക്രിസ്ത്യനോ ഒലിവേര, അതുപോലെ വില്യൻ ജോസ്, ഇങ്ങനെയുള്ള മികച്ച താരങ്ങളെ വെച്ചുകൊണ്ടാണ് ബാഹിയ കളിക്കാൻ ഇറങ്ങിയത്. കളിയുടെ ആദ്യ പകുതിയിൽ 22ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് റോൾ ഹൈസർ സാന്റോസിനെ മുന്നിലെത്തിച്ചു. പിന്നെ ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ അടുത്ത പെനാൽറ്റിയിൽ ലഭിച്ചു. അദ്ദേഹം അതും ഗോളാക്കി മാറ്റിയതോടുകൂടി 2-0 ലീഡിലാണ് സാന്റോസ് ഇടവേള സമയത്ത് കളിക്കളം വിട്ടു. എന്നാൽ രണ്ടാം പകുതിയിൽ 76ാമത്തെ മിനിറ്റിൽ യുവയിലൂടെയും 83ാമത്തെ മിനിറ്റിൽ വില്യം യോസിലൂടെയും ഗോളടിച്ചുകൊണ്ട് ബാഹിയ ഒപ്പം പിടിക്കുകയായിരുന്നു. എന്നാൽ 2-2 സമനിലയാണിപ്പോൾ സാന്റോസിന് കിട്ടിയിരിക്കുന്നത്. ബാഹിയ 12 കളി 21 പോയിന്റുമായിട്ട് 5ാം സ്ഥാനത്താണെങ്കിൽ സാന്റോസ് 13 കളി 14 പോയിന്റുമായിട്ട് സീരിയയിൽ ഇപ്പോൾ നിൽക്കുന്നത് 14ാം സ്ഥാനത്താണ്. ഏതായാലും ഇനി സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ്. കോപ്പ സുഡാമേരിക്കാനയിൽ അർജൻറ്റീനയിൽ പോയിട്ടാണ് കളിക്കാനുള്ളത്. സാൻ ലോറൻസോക്കെതിരെയാണ് കളി. ആ കളി ചൊവ്വാഴ്ചയാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ 3:30 ആ കളി നടക്കുക. ആ കളിക്ക് നെയ്മർ ഉണ്ടാകും. എവേ മത്സരമാണ്. പക്ഷേ നെയ്മറും അതുപോലെ ഗാബിഗോളും നാളെ അർജൻറ്റീനയിലേക്ക് ട്രാവൽ ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം കോപ്പ സുഡാമേരിക്കാനയിൽ കളിച്ച 2 കളികളിൽ നിന്ന് ഒരു വിജയവുമില്ല. ഒറ്റ പോയിന്റുമായിട്ട് ഗ്രൂപ്പിൽ 4ാമതാണ്. സാൻ ലോറൻസ് ആണെങ്കിൽ 2 കളികളിൽ നിന്ന് 4 പോയിന്റുമായിട്ട് 1ാമതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കടുത്ത പോരാട്ടമാണ്. നെയ്മർക്കും ടീമിനും ജയിക്കുമോ കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.